രാഷ്ട്രീയ നേതാവിൻ്റെ ഈ ഗഗാറിൻ എന്ന പേരായ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറയുകയുണ്ടായി സൂയിസൈഡാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഒപ്പീനിയൻ ആസ് ടു ദ കോസ് ഓഫ് ഡെത്ത്, മരണകാരണം എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് തൂങ്ങി നിന്ന് ഉണ്ടായ മരണമെന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള മുറിവുകൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്, മുറിവുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അതെല്ലാം ശരീരത്തിലുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് കൊടിയ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. ബോഡി സജസ്റ്റീവ് ഓഫ് അസോൾട്ട്, അതായത് കൊടിയ പീഡനം അദ്ദേഹം ഈ ശരീരത്തിൽ നിന്നും പ്രകടമാണ് എന്ന് പറയുമ്പോൾ ആത്മഹത്യയാണെന്ന് ഇവിടെ എവിടെയാണ് പറയുന്നത്? അതിഗുരുതരമായ രീതിയിൽ ഒരു മനുഷ്യനെ പീഡിപ്പിച്ച ശേഷം മൃതപ്രായനായ നിമിഷം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാകുവാനും സാധ്യതയില്ലേ? കേരളത്തിലെ നിരവധി കസ്റ്റഡി മരണങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിഗുരുതരമായിട്ട് പീഡിപ്പിച്ച് എല്ലാ തരത്തിലും മൃതപ്രായനാക്കിയതിന് ശേഷം ഇത് ലോകം അറിയുന്നതിനെക്കാട്ടിലും നല്ലത് അത് ആത്മഹത്യയായിട്ട് പരിണമിപ്പിക്കുകയല്ലേ? അപ്പോൾ ആരും കണ്ടില്ല, ആരും ഒന്നും കേട്ടില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റ് താങ്കൾ സൂചിപ്പിച്ചതിലൂടെ വ്യക്തമാകുന്നത് സമൂഹത്തിന് ഇതിൽ കണ്ടതിലധികം ഇനി അറിയാനുണ്ട്. അതിലേക്കൊരു വഴി തുറക്കുക എന്നത് CBI വഴി ഒരു സാധ്യതയായിട്ട് നിലനിൽക്കുന്നു എന്നത് വലിയൊരു തൃപ്തികരമായിട്ടുള്ളൊരു നടപടിയാണ്. അധികം വൈകിയിട്ടില്ലെങ്കിലും ത്വരിതമായ രാഷ്ട്രീയ കാരണം എന്തെങ്കിലും ഉണ്ടാകുമെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് തീർത്തും സ്വാഗതാർഹമാണ്. 130 വിദ്യാർത്ഥികൾ ഇത് വിറ്റ്നസ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഇവരുടെ ഒന്നും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എന്താണെന്ന് നമുക്കറിയില്ല. ഇവരൊക്കെ ഒരുപക്ഷെ ട്രോമാറ്റൈസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയരായിരിക്കാം. ഇവർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരിലേക്ക് ആക്സസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇവരുടെ ഒന്നും തന്നെ രക്ഷകർത്താക്കൾ ഒരു കാര്യം പോലും ഇതിനെ സംബന്ധിച്ച് പുറത്തു പറയുന്നില്ല. വിദ്യാർത്ഥികൾക്കുള്ള പരിമിതി അവരുടെ കുടുംബാംഗങ്ങൾക്കില്ല എന്നിരിക്കെ ഒരു പിതാവിൻ്റെ കണ്ണുനീര് കേരളം കണ്ട് കൂടെ അവർ സഹതപിച്ചു എങ്കിൽ കൂടിയും ഈ കുട്ടികളുടെ ഒന്നും തന്നെ രക്ഷകർത്താക്കളുടെ അഭിപ്രായമോ ആ ക്യാമ്പസിൽ എന്ത് സംഭവിച്ചു എന്നോ ഏതൊക്കെ ഭീഷണികൾക്ക് അവർ വിധേയരായി എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ആരും അറിയുന്നില്ല. ഇവിടേക്കൊക്കെ വെളിച്ചം വീശുവാൻ വേണ്ടി CBIയുടെ അന്വേഷണം ഒരുപക്ഷെ സഹായകരമായേക്കും. ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം CBI ഇതുപോലെ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാക്കിയ ഒരു ഏജൻസി അല്ലെങ്കിൽ കൂടിയും അവരുടെ ഒരു കോർ കോമ്പീറ്റൻസ് ഈ ഒരു ഏരിയയിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അവർ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പല കേസുകളും നമുക്കറിയാം CBI വന്ന് ക്രാക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ CBI ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏജൻസിയുടെ ഒരു ഇൻറ്റഗ്രിറ്റിയും റെപ്യൂട്ടേഷനും ഒക്കെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ആ ഒരു അനിവാര്യതയും അവരെ നയിക്കുന്നുണ്ടാകും. CBIയുടെ അന്വേഷണം ഈ സാക്ഷികളിലൂടെയൊക്കെ പോയി കഴിയുമ്പോൾ അത് എങ്ങനെ ഇത് വഴി തുറക്കും? ഇതൊരു മർഡറാണ് എന്നുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെയും അന്വേഷണത്തിലൂടെയാണത് തെളിയപ്പെടേണ്ടത്. രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊന്നും ഇനി CBIയുടെ മുകളിൽ വരില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. EDയെ പോലെ ഉള്ള ഒരു ഏജൻസി ആയിട്ടല്ല ഇപ്പോൾ CBI ഇങ്ങനെയുള്ള ക്രൈമുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു പെർഫോമൻസ് ട്രാക്ക് റെക്കോർഡൊക്കെ തന്നെ പ്രകടമാക്കുന്നത്. അപ്പോൾ CBIയുടെ വരവിലൂടെ എന്തെങ്കിലും ഗുണകരമായിട്ട് ഉള്ളത് സംഭവിക്കും. The postmortem findings were consistent with the death due to hanging. He had sustained multiple blunt injuries, including trembling, contusion of age 2-3 days on the body suggestive of assault. ഇതാണ് ഒപ്പീനിയൻ ആസ് ടു കോസ് ഓഫ് ഡെത്ത്. ഫൈനൽ ഒപ്പീനിയൻ കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ദ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് വെയർ കൺസിസ്റ്റൻറ്റ് വിത്ത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ഹാങ്ങിങ് ഒരു ഹോമിസൈഡൽ ഹാങ്ങിങ് ആണോ, സൂയിസൈഡൽ ഹാങ്ങിങ് ആണോ, ആക്സിഡൻ്റൽ ഹാങ്ങിങ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഇൻവെസ്റ്റിഗേഷനിലെ അത് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർക്ക് അത് പറയാൻ പറ്റില്ല. ഡോക്ടർക്ക് ആകെ പറയാൻ പറ്റുന്നത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്ന് മാത്രമാണ്. ആ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്തേണ്ടത് ഇൻവെസ്റ്റിഗേഷനാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അബോധാവസ്ഥയിലായ ഒരു ആളെ കഴുത്തിൽ ഇതുപോലെ കുടുക്കിയിട്ട് കുറേ നേരം പൊക്കി പിടിച്ചാൽ തീർച്ചയായിട്ടും അയാളുടെ ബോഡി നിലത്ത് കിടക്കുകയാണെങ്കിൽ പോലും അയാൾക്ക് ഒരു സൂയിസൈഡൽ ആ സിംറ്റംസ് അയാൾ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതെങ്ങനെ തെളിയിക്കുന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ട സയൻറ്റിഫിക് എവിഡൻസ് ആദ്യമായിട്ട് ഈ ഡീനും എല്ലാവരും കൂടി ആ റൂമിൽ കയറി ബോഡി എടുത്ത് മാറ്റി അതിൽ നശിച്ചു പോയിരിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഈ ഇൻവെസ്റ്റിഗേഷനിലെ ഏറ്റവും CBI ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ഭാഗം. ശാസ്ത്രീയമായിട്ട്
ഇതൊരു ഹാങ്ങിങ് ആണോ, ഇതൊരു ഹാങ്ങിങ് ആണെങ്കിൽ അതൊരു ഹോമിസൈഡൽ ഹാങ്ങിങ് ആണോ സൂയിസൈഡൽ ഹാങ്ങിങ് ആണോ എന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള പല കാര്യങ്ങളിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഇൻവെസ്റ്റിഗേഷനെ ഏറ്റവും അധികം ബാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഗഗാറിനൊക്കെ പറയുന്നത് പോലെ ഇത് സൂയിസൈഡാണെന്ന് ആരും പറയുന്നില്ല, ഹാങ്ങിങ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരാളെ തൂക്കിപ്പിടിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ ഞാൻ ഏകദേശം 38 കേസുകൾ പോലീസ് സ്റ്റേഷനുകളിൽ നടന്നിട്ടുള്ള ഡെത്തുകളുടെ പല കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള, ഞാൻ ക്രൈംബ്രാഞ്ച് DIG ആയിരിക്കെ 38 കേസുകൾ അന്വേഷിക്കുകയുണ്ടായി. ആ 38 കേസുകളിൽ 2 കേസുകളിൽ മാത്രമാണ് ഇഞ്ചുറി ഉണ്ടായിരുന്നത്. അതിൽ മാത്രമാണ് പോലീസ് ആക്ച്വലി വേറെ എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് കണ്ടെത്താനായിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റു പല കേസുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇവർ റെക്കോർഡ്സ് എല്ലാം ഫാൾസിഫൈ ചെയ്യാൻ നോക്കും. പോലീസിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഡെത്ത് നടന്നാൽ അയാളെ കൊണ്ടുവന്നില്ല എന്നോ അയാൾ കൊണ്ടുവരുന്നതിന് മുന്ന് മരിച്ചു എന്നോ ഒക്കെ കാണിക്കാനുള്ള റെക്കോർഡുകൾ മാനിപ്പുലേറ്റ് ചെയ്യും. ആ റെക്കോർഡുകൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനമായ തെറ്റ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ സൂയിസൈഡ് ഒരു ഹാങ്ങിങ് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാൻ കൊച്ചിയിൽ കമ്മീഷണറായിരിക്കുന്ന സമയത്താണ്. അത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഞാൻ ഉടനെ വിളിച്ചു പറഞ്ഞു, ഒന്നും ചെയ്യരുത്, എല്ലാ റെക്കോർഡ്സും കീപ് ഇറ്റ് ആസ് സച്ച്, നോ ബഡി ഷുഡ് റൈറ്റ് എനിത്തിങ്, ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ സെയിം വേ. കാരണം ആ ഒരു മാനിപ്പുലേഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല, സത്യമായിട്ട് പോകട്ടെ. ഞാൻ പക്ഷേ ഈ കേസിൽ വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്രിട്ടിക്കൽ എവിഡൻസ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയ തെളിവ് ഒരു കോർട്ട് ഓഫ് ലോയിൽ പ്രൂവ് ചെയ്യാനായിട്ട് അത് കണ്ടെത്തി കൊടുക്കുന്നതിനുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാ തെളിവുകളും ഇനി CBI ആയതുകൊണ്ട് സാമാന്യ നിലയ്ക്ക് അവരുടെ ഒരു നല്ല ടീമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 130 പിള്ളേരെയും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും, അവിടെയുള്ള എംപ്ലോയീസും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അവിടെ ഇതിന് ഔട്ട്സൈഡായിട്ടുള്ള സർക്കംസ്റ്റാൻഷ്യലായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെടും. ഇതിൽ ഒരു പ്രശ്നമുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര അധികം കുട്ടികളുടെ, ഇപ്പം ഇതിൽ പ്രതികളായിട്ട് തന്നെ പറയുന്നത് ഈ 18 പേരുണ്ട്, അതുകൂടാതെ കുറച്ച് പേര് കൂടിയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രതികളായിട്ട് പറഞ്ഞേക്കുന്നവരുടെ തന്നെ മാതാപിതാക്കളെ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ഈ TV-കാരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്തരം കുട്ടികളുടെ മാതാപിതാക്കളെ കൂടി ഒരു ഇൻ്റർവ്യൂ നടത്തേണ്ടതാണ്. കാരണം അവരിതിനെപ്പറ്റി എന്ത് പറയുന്നു, അവരുടെ കുട്ടികൾ ഇങ്ങനെ പെരുമാറിയോ, എന്താണ് അവർക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു ഇംപ്രഷൻ, ഇതിനെപ്പറ്റി എന്താണുള്ളത് പറയാനുള്ളത്, ഈ രീതിയിലാണോ ഒരു കോളേജ് നടക്കേണ്ടത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയാണോ നടക്കേണ്ടത്, ഇതൊക്കെ ബാക്കിയുള്ളവരെ ഒന്ന് അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ചിലർ പറയുന്നത് ഇതിൽ ആൻറ്റി റാഗിങ് സെല്ലിന്, അതായത് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് ഡൽഹിയിൽ, എവിടെയും റാഗിങ് നടന്ന് വിളിച്ചു പറയാനായിട്ടും ഇൻഫോം ചെയ്യാനായിട്ടും അവിടെയൊക്കെ വിവരം പോയിരുന്നു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ആ കുട്ടികളൊക്കെ ചിലപ്പോൾ വീഡിയോ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, അവിടെ മൊബൈലിലൊക്കെ ഇത് പാർത്തിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ CBI അന്വേഷണം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്താൻ സാധിക്കുന്നുള്ളതാണ്. ഈ എല്ലാ കുട്ടികളുടെയും വീഡിയോ പരിശോധിക്കുകയാണെങ്കിൽ, മൊബൈൽ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ അവരെല്ലാം ഇത് ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടോ, ആ സമയത്ത് ആരെങ്കിലും മാച്ച് കളഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തത് റിക്കവറി നടത്തേണ്ട ആവശ്യം ഉണ്ടാകും. അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടെത്താനായിട്ട് CBIക്ക് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് കേരള പോലീസായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സ്ഥിതിയിലേക്ക് അത് പോകില്ലായിരുന്നു. കാരണം ഇതുപോലുള്ള ഗഗാറിന്മാരുടെ കൺക്ലൂഷൻ കണ്ട് അത് തന്നെയാണ് ആ കൺക്ലൂഷനിലേക്ക് എത്തപ്പെടണം എന്നുള്ള രീതിയിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ നടക്കില്ലായിരുന്നു. അതിൻ്റെ പോരായ്മ ഇപ്പം തീരും. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരൊറ്റ സയൻറ്റിഫിക് എവിഡൻസ് കിട്ടുന്ന കാര്യത്തിൽ മാത്രമുള്ള ഒരു വേവലാതി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഇതുകൊണ്ട് വളരെ സാമാന്യം, വളരെ നേരത്തെ തന്നെ എടുത്തൊരു തീരുമാനമായതുകൊണ്ട് CBIക്ക് അധികം താമസമില്ലാതെ ആൾക്കാരുടെ ഓർമ്മയിൽ നിന്നൊന്നും മാഞ്ഞു പോകാതെ കൃത്യമായിട്ട് മൊബൈലും ബാക്കി എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനുള്ള സന്ദർഭം കിട്ടും. അതുകൊണ്ട് തന്നെ ഈ കേസ് പൂർണ്ണമായിട്ടും ഏത് രീതിയിൽ നടന്നു എന്ന് തെളിയിക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. CBI ആ അന്വേഷണം അതിൻ്റെ ഫ്രൂഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. പിന്നെ ഇനി മർഡർ അല്ലാതെ ഒരു ഫൈൻഡിങ്ങിലേക്കാണ് CBI ചെന്നെത്തി ചേരുന്നതെങ്കിലും ഈ 306 എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിൽ ഏറ്റവും ബ്രൂട്ടലായിട്ടൊരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് മരണത്തിലേക്ക് തള്ളിവിട്ട് ആ ഒരു സാഹചര്യവും നിയമത്തിലൊരു ചെറിയ കുറ്റമല്ല, 10 വർഷം വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒഫൻസാണ്.
ആരും റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു സാധ്യതയും നിലവിലുണ്ട്. അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും അതൊക്കെ തന്നെ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു ഹെൽപ്പ് ലൈൻ ഈ കുട്ടികൾക്ക്, ഡിസ്ട്രസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഈ ഒഫൻസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സേഫായിട്ട് ഷെയർ ചെയ്യപ്പെടുവാൻ വേണ്ടി ഒരു ഹെൽപ്പ് ലൈനെങ്കിലും കമൻസ് ചെയ്യേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, സിദ്ധാർത്ഥൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് നീതി കിട്ടിയാലും ഇങ്ങനെ ദുരനുഭവം നേരിടുന്ന നിരവധി ക്യാമ്പസുകളും വിദ്യാർത്ഥികളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഇത്തരത്തിലുള്ള ക്യാപ്റ്റീവായിട്ടുള്ള ക്യാമ്പസുകളെ സംബന്ധിച്ചിട്ടും ഇത്തരത്തിൽ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന വ്യതകളെ സംബന്ധിച്ചിട്ടും ഒരു അന്വേഷണ കമ്മീഷനെ തന്നെ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റമിക് പ്രശ്നമുണ്ടല്ലോ, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യവസ്ഥയ്ക്കൊരു മാറ്റം വരാൻ പോകുന്നില്ല. ചർച്ച നടത്താൻ കഴിയും, ഞങ്ങൾക്കതിൽ പ്രതികരിക്കാൻ കഴിയും. പക്ഷേ വ്യവസ്ഥയ്ക്കൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം തന്നെ സമഗ്രമായിട്ട് ഇങ്ങനെയുള്ള ക്യാപ്റ്റീവ് ക്യാമ്പസുകളെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് തന്നെ കൊണ്ടുയെത്തുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് മനസ്സ് തുറക്കുവാൻ ഒരു ഹെൽപ്പ് ലൈൻ ആവശ്യമായിട്ടുണ്ട്. അപ്പം നീതി പൂർണ്ണമായിട്ടും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഈ വിദ്യാർത്ഥി സമൂഹത്തിനും നീതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. വരും തലമുറകൾക്ക് വേണ്ടിയെങ്കിലും അത്തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണ് എന്ന് കൃത്യമായി പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളാരും പറഞ്ഞതല്ല. ഡോക്ടർമാർ കോഴിക്കോട് പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് നൽകിയ റിപ്പോർട്ടാണ് പോലീസ് വെളിപ്പെടുത്തിയത്. നമുക്കതല്ലേ അറിയുള്ളൂ. പക്ഷെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നു കൊന്നതാണ്, BJP-ക്കാർ പറയുന്നു കൊന്നതാണ്, ചില ചാനലിൽ ഇരുന്ന് ഇങ്ങനെ അടിക്കുന്നവരും പറയുന്നു കൊന്നതാണ്. കൊന്നതാണെന്നുള്ള തെളിവുണ്ടെങ്കിൽ അതും കൊടുത്താൽ പോരെ? കൃത്യമായിട്ട് കൊടുത്താൽ പോരെ? വേറെ അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇവര് പ്രഖ്യാപിക്കുക ഇന്നതാണ് സംഭവിച്ചത്, ഇന്ന ആളുകളാണ് പ്രതികൾ. എത്ര കാലായി കേരളത്തിലെ CPM-നെ ഇതുപോലെ ഉമ്മാക്കി കാണിച്ച് വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഇവിടത്തെ മാധ്യമങ്ങളും ഞങ്ങളെ ഒലത്താൻ നോക്കുന്നത്? ഒരു പുല്ലും ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയാണ്. കുറെ കാലമായി നിങ്ങൾ ഒലത്തുന്നത് ഞങ്ങളെ ഇട്ടിട്ട് നോക്കിയിട്ട്.